അസ്സാം വലൈക്കും. നജ്മു അക്കരെ. ഞാനുള്ളത് കടമത്ത് ദ്വീപിൻ്റെ കിഴക്ക് വശത്താണ്. എൻ്റെ ബേക്കിൽ കാണുന്ന തോണി ഉണ്ടെങ്കിൽ അതിനിവിടെ കൊന്തളം എന്നൊക്കെ പറയും. കടമത്ത് ദ്വീപിലും അതുപോലെ കുറേ ദ്വീപുകളിലൊക്കെ ഇപ്പോഴും ഓഫ് സീസണിൽ മൺസൂൺ കാലത്ത് ആളുകളെ ഇറക്കാനും കാർഗോ ഇറക്കാനൊക്കെ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഈ കൊന്തളം. ഈ കൊന്തളത്തിന് ഒരുപാട് പഴമയുടെ കഥ പറയാനുണ്ട്. അതായത് പണ്ടുള്ള ആളുകൾ ഇത് കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അതായത് ഒരു മെഷീനോ ഒരു ആയുധവും ഇല്ലാത്ത കാലത്ത് അന്നത്തെ ആളുകൾ നമ്മുടെ ചകിരി കൊണ്ടുണ്ടാക്കിയ കയറ് കൊണ്ട് ഓരോ പലക അടുക്കി വെച്ച് അതിൻ്റെ സെൻട്രലിൽ ഈ കയറ് വെച്ച് കുറേ കയറ് വെച്ച് എന്നിട്ട് ഓരോ കയറ് കൊണ്ട് ഓരോ പലകയും കെട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന കൊന്തളങ്ങൾ. ഇപ്പോൾ ഇത് ഫൈബറിലും അടിക്കലുണ്ട്, പക്ഷേ പഴയ കാല കൊന്തളങ്ങൾ ഇങ്ങനെയാണ്. അതുമാത്രമല്ല, പണ്ട് പായക്കപ്പലൊക്കെ ഇതുപോലെ കൈകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിന്ന് ഒരുപാട് നമ്മുടെ പഴയകാല ആളുകളുടെ ക്ഷമ, കാരണം ഒരു കൊന്തളം ഉണ്ടാക്കണമെങ്കിൽ എത്ര ടൈം പിടിക്കും ഒന്നാലോചിച്ചൊക്കെ. ഓരോ പലകയും കയറ് കൊണ്ട് ഇങ്ങനെ തുന്നി കെട്ടി ഉണ്ടാക്കി വരണമെങ്കിൽ എത്ര ടൈം എടുക്കും. പക്ഷെ അന്നത്തെ ആളുകൾ അത്രയും, അവർക്കന്ന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ ആ ഒരു ഇച്ഛാശക്തി അവർ പലതും നേടി. പക്ഷെ നാം ഇന്ന് പലപ്പോഴും പലതിലും പരാജയപ്പെട്ടു പോകുന്നത് നമ്മളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് സൗകര്യങ്ങളൊക്കെ കൂടിയെങ്കിലും നാം പല വിഷയത്തിലും പിന്നിലാണ്. അപ്പോൾ ആ കൊന്തളം കണ്ടപ്പോൾ ആ പഴയ ആളുകളെ ഒന്ന് ഓർത്തുപോയി. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും കൂടെ കൂടുക. അസ്സലാമു അലൈക്കും.